അതേ അടുക്കളയിൽ പോയാലോ വായോ. ഇന്നേ സോസേജ് കിട്ടിയിട്ടുണ്ട് ഒരു പാക്കറ്റ്, രണ്ട് പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം എരിവില്ലാതെ വറുത്ത്, ഒരെണ്ണം മുളകൊക്കെ തേച്ച് ഒന്ന് എരിവിൽ എയർ ഫ്രൈയിലിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മഞ്ഞൾ, മുളക്, നമ്മുടെ സാധാരണ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് ഒന്ന് ഇതേ കുഴച്ച് സെറ്റാക്കി ഒന്ന് ഇത് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ 3 സൈഡിലൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്, മുളകൊക്കെ ഒന്ന് ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് ഇത് ഇങ്ങനെ എയർ ഫ്രൈറിനുള്ളിലൊന്ന് അടുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കളറ് കാണുന്നത് ഞാൻ എരിവില്ലാതെ ഒരു 2, 3, 4 എണ്ണം മുന്നേ വറുത്തെടുത്തു ചെറിയ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെയാണ് കേട്ടോ അതങ്ങനെ കളറായിട്ടിരിക്കുന്നത്. പിന്നെ അതേ മസാല തേച്ചത് വറുത്തെടുക്കുന്നുണ്ട്. അതായത് ഞാനൊരു 200 ഡിഗ്രിയിൽ ഒരു 17 മിനിറ്റാണ് വെക്കുന്നത്. ഫസ്റ്റ് ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. ആ ഫസ്റ്റ് 15 മിനിറ്റ് വെച്ചിട്ട് അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അത് അത്രയും ഫ്രൈ ആയിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ഒന്നും കൂടി ആവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കൂടെ ഞാൻ വെച്ചു. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ 2 പേർക്കും വലിയ ഇഷ്ടമാണ്. ചോറ് കഴിക്കാനായി വെച്ച് കഴിഞ്ഞാലും വെറുതെ കഴിക്കാനാണെങ്കിലും വലിയവർക്കും ഇഷ്ടമാണ്. കുട്ടികൾ മാത്രമൊന്നല്ല കേട്ടോ, ഇത് ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. വലിയ ആൾക്കാരും ഒരുപാടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടം. കയ്യിൽ ഇത് ഇങ്ങനെ കിട്ടുമ്പോഴേ ഒന്ന് എല്ലാവരും ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കി നോക്കി നോക്കും. മസാലയൊക്കെ തേച്ചിട്ട് വെറുതെ വറുത്ത് കഴിക്കാനുണ്ട് രസമാണ്. അതുപോലെ തന്നെ മസാലയൊക്കെ തേച്ച് കഴിക്കാനും ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂടെ കൂട്ടിക്കോളൂട്ടാ. ഇഷ്ടമാവാതിരിക്കില്ല, നല്ല ടേസ്റ്റാണ്. ഒരു പുതുമയുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കൂടെ നിന്നോളൂട്ടാ. താങ്ക് യു വെരി മച്ച്.